അങ്ങനെ നമ്മുടെ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ട്വിൻ പീക്ക് ലോഗോയുള്ള നമ്മുടെ ചാവിയുണ്ട്. നമ്മൾ പുതിയ വണ്ടിയൊന്നും എടുത്തതല്ല. നിങ്ങൾ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്കോർപിയോ മൊത്തമായിട്ട് ഒന്ന് റീസ്റ്റോർ ചെയ്യാനായിട്ട് നമ്മുടെ കൊല്ലത്തുള്ള കൊയിലോൺ ഗ്യാരേജിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എന്തൊക്കെ വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഫുൾ പെയിൻറ്റിങ്, അതിനോടൊപ്പം തന്നെ പെയിൻറ്റിങ്ങിനൊപ്പം തന്നെ നമ്മൾ അലോയുടെ കളർ ചേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻറ്റീരിയറിൽ നമ്മുടെ എന്താണ് സീറ്റ് ആയിക്കോട്ടെ, പിന്നെ ഈവൻ നമ്മുടെ റൂഫ് ലൈനർ അടക്കം നമ്മൾ ഫുൾ ഒരു ബ്ലാക്ക് തീമാണ് പിടിച്ചിട്ടുള്ളത്. അങ്ങനെ മേജറായിട്ട് കുറേയധികം ചേഞ്ചസ് നമ്മൾ വരുത്തിയായിരുന്നു. ആൻഡ് ഫൈനലി ഇങ്ങനെയാണ് നമ്മുടെ വണ്ടി പണിതിറങ്ങിയിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് നോക്കുവാണെങ്കിൽ തന്നെ അറിയാൻ പറ്റും കറക്റ്റായിട്ട് നമ്മുടെ ഒരു കട്ടിങ്ങും പോളിഷിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് പക്ക ഒരു ഗ്ലാസ് ഫിനിഷിലാണ് കേട്ടോ നമ്മുടെ വണ്ടി ഇപ്പോൾ ഉള്ളത്. ഇപ്പം നേരത്തെ ഒരു ഫോട്ടോ നോക്കുവാണെങ്കിൽ തന്നെ അറിയാം എന്താണ് ഫുൾ നമുക്ക് ബോഡി നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈവൻ നമ്മുടെ ബോണ്ടിലടക്കം ഫുൾ ഒരു വേവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലവർ വളരെ നീറ്റായിട്ടാണ് കേട്ടോ നമ്മുടെ വർക്ക് കഴിഞ്ഞ് വണ്ടി ഇറങ്ങിയിട്ടുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ വണ്ടിക്ക് ഈ ഒരു ഫുൾ പെയിൻറ്റിങ് കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ ഏകദേശം പെയിൻറ്റിങ്ങിന് മാത്രമായിട്ട് 35-40 റേഞ്ചാണ് കേട്ടോ പെയിൻറ്റിങ്ങിന് വന്നിട്ടുള്ളത്. ഇപ്പം നമ്മുടെ അടുത്ത് കോട്ടയത്തുള്ള കുറച്ചധികം അടുത്ത് നമ്മൾ അന്വേഷിച്ചായിരുന്നു ഏകദേശം റേറ്റ് അറിയാനായിട്ട്. അപ്പം നമ്മൾ ഏകദേശം ഇവിടെ ഒക്കെ പറഞ്ഞത് ഒരു 45 ആൻഡ് അതിൻ്റെ എബോവ് ആണ് നമ്മളോട് റേറ്റ് പറഞ്ഞത്. അത് പ്രോപ്പറായിട്ട് ഒരു പെയിൻറ്റിങ് ബൂത്ത് ഇല്ലാത്തടത്താണ് ഈ ഒരു റേറ്റ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മളൊരു പ്രോപ്പർ പെയിൻറ്റിങ് ബൂത്ത് ഇല്ലാത്തടത്തിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ പെർഫെക്ഷനിലൊക്കെ പ്രശ്നം വരും. കാര്യം എന്താണ്, ഈ പൊടി പറന്നു പിടിക്കുന്ന ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരും, പെയിൻറ്റ് തന്നെ പറന്നു പിടിക്കുന്ന ഇഷ്യൂ ഒക്കെ. അപ്പം കൊല്ലത്തെ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ നിങ്ങളോട് കാണിച്ചായിരുന്നു അവിടുത്തെ ഒരു പെയിൻറ്റിങ് ബൂത്തും കാര്യങ്ങളും എല്ലാം. ഈവൻ നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെയാണോ ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വണ്ടി പെയിൻറ്റ് ചെയ്ത് ഇറങ്ങാൻ പറ്റുന്നത്. അതും ഒരു ബഡ്ജറ്റ് റേറ്റിൽ, അതായത് ഈ ഒരു 35-40 രൂപയിൽ നമുക്ക് ചെയ്ത് കിട്ടി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അലോയും കൂടെ നമ്മൾ കളർ ചേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഗൺമെറ്റൽ ഗ്രേയിലേക്കാണ് നമ്മൾ അലോയുടെ കളർ. ആദ്യം നമ്മൾ ആലോചിച്ചു നമുക്ക് ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് തീരുമാനിച്ചു. പിന്നെ നമ്മൾ ആലോചിച്ചു കുറച്ചും കൂടെ ഈ ഒരു കളറായിരിക്കും ചേരുന്നതെന്ന്. അപ്പോൾ ഇത്രയാണ് നമ്മൾ വെളിയിൽ നിന്ന് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ. മെയിനായിട്ട് നമ്മൾ കൊയിലോൺ ഗ്യാരേജിൽ സർവീസ് എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ എല്ലാ സർവീസിനും ഈവൻ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ആക്സസറി പർച്ചേസ് ചെയ്താൽ പോലും എല്ലാത്തിനും നമുക്ക് EMI ഫെസിലിറ്റി ഉണ്ട്. മാത്രമല്ല നിങ്ങൾ കേരളത്തിൽ എവിടെ ആയിക്കോട്ടെ ഈവൻ അവർ കൊറിയർ സർവീസ് വരെ അവർക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ്. പിന്നെ ഇതിനെല്ലാം പുറമെ നമുക്ക് മേജറായിട്ടുള്ള മാറ്റങ്ങളെല്ലാം ഇൻറ്റീരിയറിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ സീറ്റ് അടക്കം ചേഞ്ച് ചെയ്ത് സീറ്റിൽ മാത്രമല്ല ഈവൻ നമ്മൾ മൊത്തത്തിൽ ഇൻറ്റീരിയർ ബ്ലാക്ക് തീം പിടിച്ചിട്ട് ഹെഡ്ലൈനർ അടക്കം നമ്മൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സൗണ്ടിൻ്റെ ഒരു ഏരിയയിലോട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഒരു അണ്ടർ സീറ്റ് സബ്ബാണ് നമ്മൾ വെക്കാമെന്ന് തീരുമാനിച്ചത്. അതിന് പകരം ഇപ്പോൾ നമ്മൾ ഡാഷ് ഏരിയയിലേ ഇരിക്കുന്ന 2 കുഞ്ഞൻ സാധനങ്ങളുണ്ട്. പക്ഷേ കാണാൻ കുഞ്ഞിനാണെന്നുള്ള ഇതിൻ്റെ ഔട്ട് അടിപൊളിയാണ്. അപ്പം നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഓരോന്നിനും എത്ര എക്സ്പെൻസ് എന്നും നമ്മൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും പറഞ്ഞുതരാം. അപ്പം എനിവേ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് റിലേറ്റഡ് എൻക്വയറിയോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാൻ ഡിസ്പ്ലേയിൽ മെൻഷൻ ചെയ്തേക്കാം. ഡയറക്റ്റ് വിളിച്ചാൽ മതി.